my dears, lecturers ആണ്. വെൽക്കം ടു എഗൽ ലേണിംഗ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇപ്പം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. ബേസിക് സയൻസ് എന്ന് കേൾക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പോഴും ടെൻഷൻ അടിക്കുന്ന മക്കളുണ്ട്. എന്തുകൊണ്ടാണ്? ബേസിക് സയൻസ് അഥവാ സയൻസിൽ നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത് 3 സബ്ജക്റ്റുകളാണല്ലേ. നമുക്ക് 1, 2 അല്ല 3 സബ്ജക്റ്റുകൾ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. മാത്രമല്ല ഒറ്റ എക്സാം ആയിട്ടാണ് നമുക്ക് ഈ 3 സബ്ജക്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ബേസിക് സയൻസ് എന്ന് പറഞ്ഞിട്ട് സിംഗിൾ എക്സാം ആണ്. 2 മണിക്കൂറിന്റെ പരീക്ഷയാണ്. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്? 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പല ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പഠിച്ച കാര്യങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതി തീർക്കുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരോ സബ്ജക്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോരോ സബ്ജക്റ്റിനും നമുക്ക് എന്താണ് 40 മിനിറ്റേ ഉള്ളൂ അല്ലെ. ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ഫിസിക്സിന്റെ എക്സാം നമ്മൾ എഴുതി തീർക്കണം. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയും, അതുപോലെ തന്നെയാണ് ബയോളജിയും. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോരോ സബ്ജക്റ്റിനും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? 2 മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതി തീർത്തിരിക്കണം അല്ലെ. വലിയ ടാസ്ക് തന്നെയാണ്. അത് ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബേസിക് സയൻസിനെ കുറിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. ശരിയാണ്, ബേസിക് സയൻസിൽ 3 സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടെങ്കിലും 3ഓളം സബ്ജക്റ്റുകൾ എക്സാം എഴുതാനുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സാമിന്റെ ടൈമും പറഞ്ഞു, മാർക്കും പറഞ്ഞു അല്ലേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് വിൽ ബി അൺപ്രഡിക്റ്റബിൾ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും ടഫ് ആയിരിക്കും അല്ലേ. നമുക്ക് എക്സാം ഹാളിൽ എത്തിയതിനു ശേഷം കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആണോ ടഫ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എക്സാം വാസ് ഈസി എന്ന് പറയാം അല്ലെ. നിങ്ങൾക്കും ആഗ്രഹമില്ലടാ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ എക്സാം എല്ലാം ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ ഈസി ആയിട്ട് എഴുതണം. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടല്ലോ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. മക്കൾ ഫുൾ കോൺഫിഡൻസോട് കൂടി 3 സബ്ജക്റ്റിലും നല്ല മാർക്ക്, ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടഫ് സബ്ജക്ട്. നിങ്ങൾ എന്താ ചെയ്യാറ്? ടഫ് സബ്ജക്ട് അങ്ങോട്ട് മാറ്റി വെക്കും അല്ലെ. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. പല ആളുകൾക്കും ഇതിൽ പറഞ്ഞ ചില സബ്ജക്റ്റുകൾ ടഫ് ആയിരിക്കാം, ഓരോരുത്തർക്കും ഓരോരോ പോലെ ആയിരിക്കാം അല്ലെ. അപ്പൊ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടഫ് ആയിട്ടുള്ള സബ്ജക്ട് എക്സാമിന്റെ അന്നത്തേക്ക് മാറ്റിവെക്കും. ബാക്കി ഈസി ആയിട്ടുള്ള സബ്ജക്ട് വേഗം പഠിച്ചു തീർത്തിട്ട് അത് അവിടെ നിങ്ങൾ ക്ലോസ് ചെയ്യും. അങ്ങനെ ആവരുത്. എക്സാം ടൈം ടേബിൾ എടുത്ത് നോക്കിയാൽ അറിയാം, എക്സാംസിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ലീവുള്ള ദിവസങ്ങളുണ്ട് അല്ലെ. ഈ ലീവുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ടഫായ സബ്ജക്ട് നമുക്ക് എങ്ങനെയാണ് പരീക്ഷയുടെ അവസാന നേരത്തെ നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുക? പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ കോൺഫിഡൻസോട് കൂടി പോയി എഴുതാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടഫ് സബ്ജക്റ്റിന് അതിൻ്റെതായിട്ടുള്ള ടൈം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കേട്ടോ, ടഫ് സബ്ജക്ട് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ ബാക്കിയുള്ള സബ്ജക്റ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയാസും നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് കെമിസ്ട്രിയാണ് ടഫ്, അല്ലെങ്കിൽ കെമിസ്ട്രിയുള്ള ചില ഏരിയകൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിനായിട്ട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ച് എഴുതി പഠിക്കുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, ഏകയുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ക്ലാസ്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്ത് കിട്ടും, ധാരണ കിട്ടും, ക്ലിയർ ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളും, നമ്മളിപ്പം കെമിസ്ട്രി പറഞ്ഞു ടഫ് ആണെങ്കിൽ ഫിസിക്സും ബയോളജിയും വെറുതെ വിടാൻ പറ്റില്ല. എക്സാമിന്റെ തലേ ദിവസത്തേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം എക്സാമിന്റെ തലേ ദിവസം ഈ പറഞ്ഞ 3 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ, ഒരുപാട് കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്രീക്വന്റ്ലി
അതിന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടാനുണ്ട്. എക്സാം ഹാളിൽ പോകുമ്പോൾ യെസ് ഇതേപോലത്തെ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തതിനു ശേഷം മാത്രമേ എവിടെ പോകാൻ പാടുള്ളൂ, എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ആ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് ഏത് രീതിയിലും നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കണം. ചില ആളുകൾ പറയാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് വാസ് വെരി ടഫ്. എന്തുകൊണ്ടാണ്? ആ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഒരിക്കലും നേരിടേണ്ടി വരരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഈ ഉള്ള ദിവസങ്ങളിൽ, ഈ വേക്കൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അത് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ. കാരണം നമുക്ക് എന്താണ് 2 മണിക്കൂറുണ്ട്, 3 സബ്ജക്റ്റുകളാണ് നമുക്ക് എഴുതാനുള്ളത് പരീക്ഷ. അതുകൊണ്ട് തന്നെ ടൈം ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടെൻഷൻ അടിക്കാതെ വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ. സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബിഗ് ഫാക്ടർ, നമ്മുടെ ഏറ്റവും വലിയ എനിമിയാണ്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആവും അല്ലേ? ആ എക്സാം ഹാളിൽ പോയി പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു. അപ്പോൾ ആ ഒരു ചാൻസ് എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തു, നിങ്ങൾ കൺസെപ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ടെൻഷൻ്റെ ആവശ്യം? പിന്നെ എവിടുന്നാ സ്ട്രെസ് വരുന്നത്? നിങ്ങൾക്ക് എക്സാം ഹാളിൽ റിലാക്സ്ഡ് ആയിട്ട് ഫ്രീ ആയിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് ആ സമയം കൊണ്ട് 3 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും എല്ലാം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏകന്റെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ലൈവ് ക്ലാസ്സുകൾ കണ്ട ആളുകൾക്ക് തന്നെ എന്തുണ്ട്? ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? എക്സാം ഹാളിലേക്ക് പോകാൻ. മാക്സിമം എഫേർട്ട്, നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ക്വസ്റ്റ്യൻ പേപ്പർ മേ ബി ടഫ് ഓർ ഈസി, പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ സാധിക്കും, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഏകൻ നിങ്ങൾക്ക് ചെയ്തിരുന്നതാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. എൻ്റെ മക്കൾ ഫുൾ കോൺഫിഡൻസോട് കൂടി വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. കോൺഫിഡന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോഴും കോൺഫിഡന്റ് അല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും, ഒരുപാട് മക്കളുണ്ടാവും. അവരിലേക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് അവരിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ കോണ്ടന്റ് വീഡിയോസിലും കാണാം. ലൈവ് ക്ലാസ്സുകൾ മുടക്കാതെ കാണുക. കാരണം ഈ ലൈവ് ക്ലാസ്സുകൾ മാത്രം മതി നിങ്ങൾക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ. ഓക്കെ, അപ്പോൾ ബൈ.